ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ദക്ഷയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചെറിയ പെരുന്നാൾ ആശംസിക്കുന്നു. നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഇടയാവട്ടെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇമോഷൻസ്. അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓവറോൾ ഒരു സിറ്റുവേഷൻ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സാക്രിഫൈസ്, triumphant success, hope. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാറ്റഗറിയിൽ പെട്ടവർക്ക് ചിലപ്പോൾ ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആക്കാനായിട്ട് കഴിയും. അതിലൊന്നെന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്നെസ് ഉണ്ട്, മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എങ്കിലും നിങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാരണം ആ ഒരു സ്റ്റക്നെസ് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. കാരണം ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ അവസ്ഥ അറിയാമെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലാതെ അവരുടെ ഒരു ഇഷ്ടക്കുറവ് കൊണ്ടല്ല എന്നുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളൊരു രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കാര്യങ്ങൾ കലങ്ങി തെളിയും, അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം വരും. ഇതിപ്പോഴത്തെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റക്നെസ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചിലരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നുള്ള ഒരു ചലനം വരുന്നതായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു പ്രതീക്ഷ, നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചിരുന്നത്, ആ ഒരു വിശ്വാസം പോലെ പതിയെ കാര്യങ്ങൾ മാറി വരുന്നൊരവസ്ഥ, കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി, ആ ഒരു വ്യക്തത കിട്ടുന്നൊരവസ്ഥ. ചിലരെ സംബന്ധിച്ച് ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് പീരീഡിൽ നിന്നുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ രണ്ട് എനർജിയിലുള്ളവർക്കും, അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവർക്കും ആയിരിക്കും ഇത് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ടുള്ള ഒരു ക്ഷമ, സഹനശക്തി, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ലെവൽ, വെയിറ്റിംഗ് എനർജി ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിലേക്ക് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കൈവിട്ട് പോവാതിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ചിലരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനല്ലെങ്കിൽ പോലും സാഹചര്യം അതായതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആ ഒരു സാക്രിഫൈസ് എനർജിയിലൊക്കെ പോകേണ്ടി വരുന്ന റിലേഷൻഷിപ്സ് നമ്മൾ കാണാറുണ്ട്. സ്വന്തമായിട്ട് താല്പര്യം ഉള്ളത് കൊണ്ടല്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെ പോയിട്ടേ നിവർത്തിയുള്ളൂ. അല്ലെങ്കിൽ വേറെ ചില ആളുകളെയും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലീനെ ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രതീക്ഷയിൽ പോകുന്ന വ്യക്തികളാണ്. ചിലർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ എന്താണോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്താണോ, അതുപോലെ തന്നെ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നുള്ള ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു വെളിച്ചം വന്നു തുടങ്ങിയ വ്യക്തികളും ആവാം. ഇനി നമുക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ്, അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നോ, അല്ലെങ്കിൽ വരാൻ പോകുന്നേ ഉള്ളൂ, എന്താണ് അവസ്ഥ എന്നുള്ളത്.
Nine of coins, Two of cups, Seven of coins, Eight of coins, Four of wands, Ace of wands, the world, Chariot, Justice, Ten of swords, Ten of cups, the Hermit, Four of swords, Six of wands, Five of coins, King of swords, and the Fool. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവരുടെ ഇമോഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പല എനർജീസിലും കാണാം ഒരു സ്ലോ എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഫാസ്റ്റ്നെസ്സിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു മെല്ലപ്പോക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സൈലൻസിലൊക്കെ പോയിരുന്നൊരവസ്ഥയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ത്വര നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വളരെയധികം ആ ഒരു മെല്ലെപ്പോക്കിലൊക്കെ പോയിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് അവർ കുറച്ചും കൂടി ലൗഡായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഇമോഷൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സിംഗിളായിട്ടൊക്കെ പോയിരുന്നൊരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ പോയിരുന്നൊരു സമയത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളോടൊപ്പം പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരാനുള്ള ഒരു ആഗ്രഹം എല്ലാം ഈ ഒരു പേഴ്സൻ്റെ ഇവിടുത്തെ നമുക്കിപ്പോഴത്തെ ഒരു എനർജിയിൽ ആ ഒരു സ്പാർക്ക് നല്ലതുപോലെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആ ഒരു ഇമോഷണൽ ഹാർമണി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പോൾ അവർ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്താണ് കൂടുതൽ കംഫർട്ട് നല്ല രീതിയിൽ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ അവർ തികച്ചും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും കൂടി ചേരുമ്പോഴാണ് അവരുടെ ലൈഫിനകത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്ലോ ബേണിംഗ് എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് പോയിരുന്നത്, അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് അങ്ങനെയും നമ്മൾ കാണാറുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു എക്സ്റ്റേണൽ പ്രഷറോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് അത് വർക്കാവോ എന്ന് സംശയിച്ചിരുന്നിരുന്ന ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം, ചെയ്താൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രത്യാശ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്ലോ എനർജിയിൽ നിന്ന് ആഹ്, ഈ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും വളരെ ഫെസ്റ്റിവൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒക്കേഷൻസ് ഒക്കെ ഇതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൂഡ്, അല്ലെങ്കിൽ ഈ ഒരു സമയം, അല്ലെങ്കിൽ ഈ ഒരു സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു അകൽച്ചയിൽ നിന്ന് സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. ഇപ്പോൾ ഒരുപക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുൻപൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സമയം, ഏതെങ്കിലും സെലിബ്രേഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്കേഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സമയമൊക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മിസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടും ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഭയങ്കരമായിട്ടൊരു പാഷനേറ്റ് ലെവൽ അട്രാക്ഷൻ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതായത് ചില സമയത്ത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം.
റിലേഷൻഷിപ്പ് പോകുന്നു ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടാവാം. അതിനകത്ത് സ്റ്റക്നെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മളുടെ ഒരു പാർട്ട്ണറോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയം ഉണ്ടാവാറുണ്ട്. അതിന് പിരിഞ്ഞ് നിൽക്കണമെന്നൊന്നുമില്ല. കൂടെയുള്ള വ്യക്തിയാണ്, നമുക്കൊരു ക്വാളിറ്റി ടൈം തരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ളൊരു ഇമോഷൻസ് പലർക്കും ഉണ്ടാവാറുണ്ട്. ഒന്ന് കാണാനോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വരം കേൾക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഫീലിംഗ്, ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വർക്കുകളിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഈ ഒരു പേഴ്സണെ ചിന്തിച്ചിരിക്കുന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വർക്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ ഡ്യൂട്ടീസോ ഒക്കെ ചെയ്യുന്നൊരു സമയമാണെന്നുണ്ടെങ്കിലും സഡൻ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരുടെ ഒരു ചിന്ത വരിക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളല്ലേ എന്നുള്ള ആ ഒരു രീതിയിലുള്ള പെട്ടെന്ന് നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ മൈൻഡ് പ്രേരിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സ്പാർക്ക് ഇവിടെ അവർക്കും അനുഭവപ്പെടുന്നതായിട്ട് തന്നെ കാണാം. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു സ്പാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന ഒരവസ്ഥ, കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പെയിൻഫുൾ ആയിട്ട് തോന്നുന്നതും സ്റ്റക്നെസ്സിലുള്ളവർക്കായിരിക്കും. കാരണം ഓൾറെഡി കമ്മ്യൂണിക്കേഷനിലുള്ളവരാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തടസ്സമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഒരു ഫീലിംഗ് പാർട്ട്ണറെ അറിയിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ അറിയിക്കാനായിട്ട് സാധിക്കും. അതേസമയം ഈ പറഞ്ഞ പോലെ സ്റ്റക്നെസ്സിലോ തകർച്ചയിലോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് ചിലപ്പോൾ കൂടുതലായിട്ട് വേദനിപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. കാരണം അവർക്ക് വിചാരിച്ചതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും അത് ഉള്ളിൽ ഒതുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നമ്മളീ പറഞ്ഞ ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു വൈബ് ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നമുക്കിവിടെ നോക്കുമ്പോൾ ആ ഒരു നെക്സ്റ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വേൾഡ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് അവരുടെ ആ ഒരു ലോകം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഒരു ഡെസ്റ്റിനേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ്, സ്റ്റക്നെസ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ വഴിതെറ്റി വന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കാറില്ല. സ്റ്റിൽ ആ ഒരു പേഴ്സണിൽ തന്നെ കുടുങ്ങി പോകാറുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. മറ്റാരോടും ഉള്ളതുപോലെയല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യലാണ്. അല്ലെങ്കിൽ ഇവരെ മറ്റാരെയും പോലെ നമുക്ക് ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതും അതാണ്. നിങ്ങളും കൂടി ഉണ്ടെങ്കിലാണ് അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ പൂർണ്ണമാവുള്ളൂ. അല്ലാതെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്ത് നേടി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലോ ഒരുപാട് മറ്റു പല കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടായി കഴിഞ്ഞാലോ അവർക്കതിലൊന്നും സന്തോഷിക്കാൻ പറ്റണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പേഴ്സണും കൂടി നമ്മളോടൊപ്പം ഉള്ളപ്പോഴാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി, ഒരു വിക്ടറി ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരാണോ അത് കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിലേ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥയും കൂടി നമുക്കിവിടെ കാണാം. ഒരുപക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ടൈം പീരീഡോ അല്ലാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുള്ള സംഗതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ഒന്നും മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സമയം കൂടി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതും കൂടി കൊണ്ടാണ് ഈ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു സക്സസ് നേടിയെടുത്തിട്ടുള്ള ഒരു അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നത് അതും കൂടി കൊണ്ടായിരിക്കണം. എല്ലാവർക്കും ആവണമെന്നില്ല. പക്ഷെ ചിലർക്ക് അങ്ങനെയും ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പെയിൻഫുൾ ആയിട്ട് ഈ വ്യക്തിക്ക് തോന്നിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാഷസ് കൊണ്ടോ ഒക്കെ പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാം. അതിനകത്ത് ആ ഒരു അവസ്ഥ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിലവിൽ കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതായത് ഒരു ഏറ്റവും കൂടുതൽ ആ ഒരു പെയിൻ അനുഭവിക്കുന്നത് എന്താണോ അതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷത്തിലേക്ക് എത്തുന്നൊരവസ്ഥ. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊരു പെയിനും കാര്യങ്ങളൊക്കെ ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു സന്തോഷത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുള്ളത് പോലെ തന്നെ ഏറ്റവും പെയിൻ തന്നൊരു സംഗതി തന്നെ ഏറ്റവും സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുന്നത് പോലെ ഇതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോയാൽ ഇതിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് ഈ ഒരു പേഴ്സൺ
തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുണ്ടായിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ അവരുടെ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നേടിയെടുത്തിട്ട് ചിലരങ്ങനെയുണ്ട്. കുറച്ചൊരു സമയം വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറയുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. കരിയറിലായിരിക്കാം, ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ കാര്യത്തിലേക്ക് വരാമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ധാരണ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുക എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ആ ഒരു പിരിഞ്ഞിരുന്ന ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് മാറിയിരുന്ന ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ഔട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അതുപോലും അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ആ ഒരു സമയത്തായിരിക്കണം. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സ്റ്റക്നെസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റക്നെസ് പീരീഡിൽ നിന്നാണ് അവർ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ ആണ് ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു സമയത്താണെന്നുള്ളത് നമുക്കിവിടെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു സ്ലോ എനർജിയിൽ നിന്ന് അവരിപ്പോൾ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മളെ ഏറ്റവും ഒരു ഈ ഒരു സ്പ്രെഡിലെ പ്രത്യേകത. ആ ഒരു കോൾഡ് ഫേസ്, ഒരു തണുപ്പ് മട്ടിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുന്നിലേക്ക് വരുന്ന ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എനർജി ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവണം. വീണ്ടും കണക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരങ്ങനെയല്ല, ആ ഒരു സൈലൻസ് പീരീഡ് മാറ്റി വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം അവർക്ക് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓഫ് പീരീഡിലാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്തായിട്ട് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവർ ഇതിനകത്തേക്ക് ആക്ഷൻ എടുത്ത് വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സിൽ തന്നെ നമുക്ക് കാണാം, ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടായിരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിലും അവർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നതായിട്ട് കാണാം. അതായത് മനസ്സിനകത്ത് ഫീലിങ്സ് കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാലും പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമുക്കിത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിഷമം സങ്കടം ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിട്ട് പോലും അവരതെല്ലാം ചിലപ്പോൾ ഒരു ലോജിക് വൈസ് മറികടന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നേ മതിയാവൂ എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ആലോചിച്ച് കൂട്ടി തീരുമാനം എടുക്കുന്ന ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പിടിച്ചു വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, ഈഗോ ഉള്ളപ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് എന്താണോ അത് നേരെ അങ്ങനെ തന്നെ നമ്മളുടെ പാർട്ണറോട് പറയാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നും എന്താ പറയുന്നത്, ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഈ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്നേഹം ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ അവരറിയണ്ട എന്നുള്ളൊരു ചിന്താഗതി കാണും. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പേഴ്സൺ മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ പഴയ പോലെ ഒരു ബലം പിടിച്ച് നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി, ഒരു സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി എടുത്തപ്പോൾ കണ്ടതുപോലെ തന്നെ ആ ഒരു സ്റ്റക്ക് പീരീഡിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ആ ഒരു എനർജി നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വിശ്വസിച്ചിരുന്നിട്ടുള്ള, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നടക്കാനായിട്ട് പോകുന്നതായിട്ട് കാണാം. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വ്യക്തികളും ഉണ്ടാവാം. കാരണം ഇവിടെ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സാന്നിധ്യം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ചില കാര്യങ്ങൾ നിങ്ങളില്ലാത്തത് കൊണ്ട് മിസ് ചെയ്യുകയും നിങ്ങൾ കൂടെ വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം.
ലിയോ സോഡിയാക് സൈൻ, ഏരീസ്, രേവതി നക്ഷത്രം, ലെറ്റർ ഡി, നമ്പർ 26, ലെറ്റർ സി, ആലപ്പുഴ, നമ്പർ 20, പത്തനംതിട്ട, നമ്പർ 13, 13, പൂയം നക്ഷത്രം, ലെറ്റർ എസ്, ലെറ്റർ ടി, ഉത്രം, ട്രിവാൻഡ്രം, കാപ്രിക്കോൺ സോഡിയാക് സൈൻ, നമ്പർ 3, നമ്പർ 9, വയനാട്, ചിത്തിര നക്ഷത്രം, ലെറ്റർ ബി, മകം നക്ഷത്രം ആൻഡ് പൂരട്ടാതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്നെസ് ആണെന്നുണ്ടെങ്കിലും പതിയെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നു, മാറ്റം കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.